ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈമുട്ടുകൾക്കുണ്ടാകുന്ന വേദന മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായിട്ടുള്ള വ്യായാമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിൽ മിക്കവാറും ആൾക്കാരിലൊക്കെ ഇപ്പോൾ കാണപ്പെടുന്നൊരു പ്രശ്നമാണ് ഈ കൈകളുടെ മുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ നീർക്കെട്ട്. അതുകൊണ്ട് നമ്മുടെ ഈ കൈയുടെ ആ ഒരു മുട്ട് ഭാഗം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. അത് ടെന്നീസ് എൽബോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്ത്രീകളിലും കാണപ്പെടുന്നുണ്ട്, പുരുഷന്മാരിലും കാണപ്പെടുന്നുണ്ട്. നമ്മൾ പുരുഷന്മാരിലൊക്കെ ഇത് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈയുടെ മുട്ടുകളൊക്കെ ഒരുപാട് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്ന ജോലികളിലൊക്കെ ചെയ്യുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസഹ്യമായ വേദനയായിരിക്കും. നമ്മുടെ കൈകളുടെ മുട്ട് നമ്മുടെ കൈകൾക്ക് നീക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ കൈകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമുക്കൊരു ഒരു ചെറിയ ചുറ്റിക എടുത്ത് പോലും നമുക്കിങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ചില വ്യായാമങ്ങൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതായിരിക്കും. നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും ഈ വേദന. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലഘുവായിട്ടുള്ള വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ എക്യുപ്മെൻറ്റ്സുകളുടെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ലഘുവായിട്ടുള്ള നമ്മുടെ വ്യായാമങ്ങൾ ആരംഭിക്കാം. അപ്പം ആദ്യത്തെ വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മളെവിടെയെങ്കിലും നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പം ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ ഇത് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സ്ട്രൈറ്റായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ, ഒരു കൈ ഇങ്ങനെ നേരെ സ്ട്രൈറ്റായിട്ട് പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫിംഗർ ഭാഗം മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ കൊണ്ടുപോകുക. നിങ്ങൾ താഴോട്ടൊക്കെ വരുന്ന സമയത്ത് മാക്സിമം അത് താഴോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. മേളിലോട്ട് താഴോട്ട് അങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം വെച്ച് ഓരോ കയ്യിലും ചെയ്യുക. 2 കയ്യിലും നിങ്ങൾ മാറി മാറി 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. ഓക്കെ, ഇത് വളരെ നല്ല ഒരു എക്സസൈസാണ്. നമ്മുടെ ഈ കൈയുടെ മുട്ടുകളുടെയൊക്കെ വേദനയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് വളരെ നല്ല ഒരു വ്യായാമമാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് സ്ട്രൈറ്റായിട്ട് ഇരുന്നതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പതുക്കെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട്, ഇതേ രീതിയിൽ നിങ്ങൾ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. അതേ കണക്ക് തന്നെ നിങ്ങൾ അടുത്ത കയ്യിലും 10 പ്രാവശ്യം ചെയ്യുക. നിങ്ങളിത് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ഈ കൈയുടെ മുട്ടുകൾക്ക് ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. 3, 4, 5. നിങ്ങൾ ഒരു കൈ കൊണ്ട് മറ്റേ കയ്യിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. കാരണം കൈ ഒരു കാരണവശാലും മടങ്ങരുത്, നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ കയ്യിൽ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. 1, 2 ഇങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. 3, 4, 5. നമ്മളെല്ലാം കൈയുടെ മുട്ട് നിങ്ങൾ ഒരു കാരണവശാലും ബെൻഡ് ചെയ്യരുത്. നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ, നല്ല പാരലായിട്ട് തന്നെ നിങ്ങളുടെ കൈ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അതേ കണക്ക് നിങ്ങൾ അടുത്ത കയ്യിലും 10 പ്രാവശ്യം ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കൈയുടെ മുട്ടുകൾക്കുണ്ടാകുന്ന വേദനയൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ, ഒരു ആശ്വാസം ലഭിക്കാനൊക്കെ ഈ വർക്കൗട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പം കൈയുടെ മുട്ടുകളുടെയൊക്കെ വേദന എന്ന് പറയുന്നത് മിക്ക ആൾക്കാരിലെല്ലാം കാണപ്പെടുന്നൊരു പ്രശ്നമാണ്. അസഹ്യമായിട്ടുള്ള വേദനയാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേ പൊസിഷനിൽ കൈ നേരെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കൈയുടെ വിരലുകൾ മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് നല്ല രീതിയിൽ ബാക്കിലോട്ട് ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. നല്ല ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻറ്റാണിത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളൊരു 10-15 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും അടുത്ത കയ്യിൽ ചെയ്യുക. നിങ്ങളുടെ വിരലുകളിൽ ഇങ്ങനെ പിടിച്ച് നല്ല രീതിയിൽ ബാക്കിലോട്ടൊന്ന് പിടിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൈയുടെ മുട്ടുകൾ നല്ല രീതിയിൽ നല്ലൊരു സ്ട്രെച്ചിങ് നമുക്ക് ഫീൽ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മളൊരു ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ചെറിയ എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ ചെറിയ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ കൈയുടെ മുട്ടുകൾ വളയാതെ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും നിങ്ങൾ റൊട്ടേഷൻ ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ ആംസിന് ബലം കിട്ടാനായിട്ട് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. 5, 6 ഇത് നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 10 റെപ്സ് ചെയ്തതിന് ശേഷം അടുത്ത കയ്യിലും നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. ഓർക്കുക, നമ്മുടെ കൈമുട്ട് ഒരിക്കലും ബെൻഡായി പോരുത്, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ഫോർ ആംസിനും റെസ്റ്റിനും ഒക്കെ വളരെ നല്ലതാണ് ഈ വർക്കൗട്ട്.
2 3 4 5. ഇത് കണക്കൊരു ചെറിയ കുപ്പി, 1 ലിറ്ററിൻ്റെ കുപ്പി വല്ലത്, ഏതാണ്ട് 1/2 ലിറ്ററോളം വരുന്നൊരു ചെറിയൊരു കുപ്പിയാണ്. അതിനകത്താണ് ഞാൻ വെള്ളം നിറച്ചിത് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. ഇതും നിങ്ങൾ ഓരോ കയ്യിലും നിങ്ങൾ 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ട് റൊട്ടേഷൻ ചെയ്യിപ്പിക്കുക. 2 3 4 5 6 7 8 9 10. നിങ്ങൾ ഒരാഴ്ച ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. 4 5 6. ഈ കൈമുട്ടുകളുടെ വേദനയൊക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ. അങ്ങനെ നമ്മൾ 10 റെപ്സ് വെച്ച് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുപ്പിയുടെ അറ്റഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കുക, അടപ്പിൻ്റെ ഭാഗത്തായിട്ട്. അതിനുശേഷം 1 2 3 4 5 6 8 9 10 ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ 10 റെപ്സ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്തായിട്ടായിരിക്കണം പിടിക്കേണ്ടത്. ഓക്കെ. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കയ്യിൽ അങ്ങനെ 10 15 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. 1 2 3. നിങ്ങളുടെ ആ വെള്ളം നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം താഴോട്ട് മാക്സിമം താപ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക, മേപ്പോട്ട് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വർക്കൗട്ട്. അടുത്ത ഒരു വർക്കൗട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ടെന്നീസ് എൽബോയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൈമുട്ടുകളുടെ വേദനയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഈ ലഘുവായിട്ടുള്ള വർക്കൗട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നിങ്ങളൊരു ടവൽ ഇതേ കണക്ക് എടുക്കുക. ഓക്കെ. ഒരു ടവൽ എടുത്തതിന് ശേഷം നിങ്ങൾ ആ 2 കൈകൾ കൊണ്ടും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ചും മറിച്ചും ഇതേ കണക്ക് ഉണ്ടോ, ഇതേ കണക്ക് നിങ്ങൾ തിരിച്ചും മറിച്ചും ചെയ്യുക. ഓക്കെ. തിരിച്ചും മറിച്ചും നിങ്ങളിങ്ങനെ കൈകൾ റൊട്ടേഷൻ ചെയ്യുക. ടവലിൽ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ബലത്തെ പിടിക്കാവോ, നിങ്ങളെ മുട്ടി ചുരുട്ടി എത്രത്തോളം നിങ്ങൾക്ക് ബലത്തെ പിടിക്കാവോ അത്രത്തോളം നിങ്ങൾ ബലത്തെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾ റൊട്ടേഷൻ ചെയ്യുക. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ വർക്കൗട്ട്. ഇതും നിങ്ങൾ ഒരു കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 10 20 റെപ്സ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടിപ്പോയ ഒരു 5 മിനിറ്റ് മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വർക്കൗട്ടിലും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഇതേ കണക്ക് നിങ്ങളുടെ വിരലുകളിൽ പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് പൊസിഷനിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതോടുകൂടി നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്.